നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. സർവ വിദ്യകളുടെയും അധിപതികളായിരിക്കുന്ന സരസ്വതിയുടെയും മഹാലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയൊക്കെ ചൈതന്യം കൊണ്ട് സമ്പൂർണമായ വേദങ്ങളും മന്ത്രങ്ങളും വിദ്യകളും പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുഹൂർത്തം നമ്മൾ കണ്ടെത്തുകയാണ്. വിജയദശമി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് കിട്ടണം. വിദ്യ തന്നെ സർവധനാൽ പ്രധാനം. എല്ലാ വിദ്യകളും ഗുരുമുഖത്ത് നിന്നാണ് നമ്മൾ പഠിച്ച് അത് മിടുക്കരായി വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ സഹായം നമുക്ക് വേണം, ഗുരുത്വം വേണം. എങ്കിൽ മാത്രമേ ഏത് വിദ്യയും നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വിദ്യകളും, പണ്ടത്തെ വേദങ്ങൾ, മന്ത്രങ്ങൾ, തച്ചുശാസ്ത്രം, നാട്യശാസ്ത്രം, ശില്പശാസ്ത്രം, എല്ലാ വാസ്തുശാസ്ത്രം എല്ലാം നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നേ പഠിക്കാൻ പറ്റും. ഇന്ന് ഗുരുക്കന്മാർ ധാരാളം ഉണ്ടെങ്കിലും ശിഷ്യന്മാരില്ല. വിദ്യാർത്ഥികൾ നമുക്ക് വേണം. വിദ്യാർത്ഥി എന്ന് വെച്ചാൽ വിദ്യ യാചിക്കുന്ന ആളിനെയാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. വിദ്യ യാചിക്കുന്ന ആളാണ് വിദ്യാർത്ഥി. അർത്ഥി എന്ന് വെച്ചാൽ ഭിക്ഷക്കാരൻ, തെണ്ടി, യാചകൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വിദ്യാർത്ഥികൾ വേണം. എനിക്ക് ആ വിദ്യ പഠിക്കണം, ജയിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുൻപന്തിയിൽ വന്ന് നിന്ന് ഗുരു അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ, അയാൾ രാവിലെ മുതൽ എണീറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ ഗുരുവിനെ പോലെ ഒരു നല്ല ഗുരു ആവാൻ പറ്റൂ. അപ്പോൾ നല്ല വിദ്യാർത്ഥികൾ വേണം. വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. അർത്ഥി എന്ന് വെച്ചാൽ യാചകൻ, തെണ്ടി, ഭിക്ഷക്കാരൻ. അങ്ങനെ വിദ്യാർത്ഥിയുണ്ട്, സ്ഥാനാർത്ഥിയുണ്ട്, അഭയാർത്ഥിയുണ്ട്, ഉദ്യോഗാർത്ഥിയുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥികളും ഉണ്ട്. വിദ്യ യാചിക്കുന്നവൻ വിദ്യാർത്ഥി, അഭയം യാചിക്കുന്നവൻ അഭയാർത്ഥി, അതേപോലെ ഉദ്യോഗം ആർജിക്കാൻ വേണ്ടിയ ഉദ്യോഗാർത്ഥി, അതേപോലെ സ്ഥാനം യാചിക്കുന്ന ആൾ സ്ഥാനാർത്ഥി. ഇങ്ങനെ ഒരുപാട് അർത്ഥികളുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കണമെങ്കിൽ അത് പഠിക്കാനുള്ള ആഗ്രഹം വേണം. പിള്ളേരെ നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇല്ലാത്ത കാശ് ചിലവാക്കി വലിയ ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടു ഇതിലൊന്നും താല്പര്യമില്ലാതെ മിണ്ടാതെ നടക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് അവർ പഠിച്ച് അവർ ബിരുദം എടുത്ത്, ബിരുദാനന്തര ബിരുദം എടുത്ത്, പക്ഷെ അവർക്ക് ആ ഫീൽഡിൽ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഏത് മേഖലയിലാണ് പഠിക്കാൻ അവർക്ക് ആഗ്രഹം, അതനുസരിച്ച് മാത്രം അവരെ പഠിപ്പിക്കുകയും വളർത്തുകയും സഹായിക്കുകയൊക്കെ ചെയ്യണം. നമ്മുടെ ആഗ്രഹത്തിന് പിള്ളേർ പഠിക്കുകയും പഠിപ്പിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പക്ഷെ അവരുടെ ഭാവിക്ക് അതൊരു ഉപകാരമില്ലാതെ ഉപദ്രവമായിട്ട് പോയാൽ നമ്മുടെ പൈസയും അവരുടെ ജീവിതകാലത്തുള്ള ലക്ഷ്യങ്ങളും അവരുടെ പ്രതീക്ഷകളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ നിന്നുപോകും. അങ്ങനെ ദാതവ്യ അഭാവഭ്യോ നിർഗുണമതിഭോ പ്രശാന്തശീലോഭ്യ ശിവദിവസേ ഗുരുലഗ്നേ ചന്ദ്ര മൃദു ശീക്ര വർഗസ്ഥേന്നാണ്. ദാതവ്യ അപാവഭ്യോ, ദുഷ്ടന്മാർക്ക് ആർക്കും വിദ്യ പറഞ്ഞു കൊടുക്കൽ. ഏത് ഫീൽഡിലായിരുന്നാലും ശരി, ദുഷ്ടന്മാരാണെങ്കിൽ അവർ നമുക്ക് ഉപകാരത്തിന് പകരം ഉപദ്രവങ്ങൾ ചെയ്ത് കളയും. ദാതവ്യം അപാവഭ്യോ, പാപ സ്വഭാവം ഇല്ലാത്ത ഒരു ശിഷ്യന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. നിപുണ മതിഫോ, നിപുണൻ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധിയുള്ളവരാണ് നിപുണന്മാരും. ദാതവ്യ അപാവഭ്യോ നിപുണ മതിഫോ, മതി ബുദ്ധിയുള്ള ആളായിരിക്കണം. ബുദ്ധിയില്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പ്രശാന്തശീലോഭ്യ, നല്ല ശാന്ത സ്വഭാവമുള്ള ആളായിരിക്കും. ശുഭദിവസേ, ശുഭദിവസത്തിൽ ഗുരു ലഗ്നെ, ഗുരുവിൻ്റെ ലഗ്നം, ഗുരു ഉദിക്കുന്ന വേഴഗ്രഹം നല്ല രീതിയിൽ അനുകൂലിച്ച് നിൽക്കുന്ന സമയം വേഴ ലഗ്നത്തിലോ ആയിരുന്നാൽ വളരെ നല്ലത്. ശുഭദിവസേ ഗുരുലഗ്നെ ചന്ദ്ര മൃദു ശീക്ര വർഗസ്ഥെ, ചന്ദ്രമൃദുവായിട്ടും ശീക്രവർഗസ്ഥെ ശീഘ്രഗതിയിലും സഞ്ചരിക്കുന്ന സമയമാണ്
വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ള സമയം. അപ്പം നമുക്ക് ഈ വർഷത്തെ വിജയദശമി ആരംഭിക്കുന്നത് 22/9/2025 വെളുപ്പാങ്കാലം 1:26 നമ്മുടെ വിദ്യാരംഭം പ്രഥമ തിഥി ആരംഭിക്കുന്നു. നവരാത്രി ഉത്സവത്തിൻ്റെ തുടക്കം, നവരാത്രി പൂജയുടെ തുടക്കം എന്ന് പറയുന്നത് 29-ാം തീയതിയാണ്. അന്നത്തെ ദിവസം മുതൽ തുടർന്നുള്ള ദശമി വരെയുള്ള 10 ദിവസങ്ങളിൽ ആണ് നമ്മുടെ ഈ ദേവചൈതന്യം നിറഞ്ഞ തരത്തിലുള്ള ദേവീ പൂജകളെ കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ദൈവീകപരമായിട്ടുള്ള കലകളും നാട്യങ്ങളും മേളങ്ങളും വേദങ്ങളും മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന അരങ്ങേറ്റങ്ങളൊക്കെ കൊണ്ട് കലാദേവതയായ സരസ്വതിയും ഐശ്വര്യദേവതയും എല്ലാ ഐശ്വര്യവും തരുന്ന മഹാലക്ഷ്മിയെയും സർവ്വദുഷ്ടന്മാരെയും നിഗ്രഹിക്കുന്ന ഭദ്രകാളിയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന രംഗങ്ങളിൽ ഏറ്റവും വലിയ ധനമായ വിദ്യാധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നു. ആദ്യ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പം അതിൽ നമുക്ക് ഈ അഷ്ടമിയിലന്നാണ് നമുക്ക് പുസ്തകങ്ങളെല്ലാം നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്നത്. ദുർഗാഷ്ടമി ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസം 29-ാം തീയതി, കന്നിമാസം 13-ാം തീയതി തിങ്കളാഴ്ച പകല് 4:29 ദുർഗാഷ്ടമി ആരംഭിക്കുന്നത്. ആ ദിവസമാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വയ്ക്കുന്നത്. എല്ലാ പുസ്തകങ്ങളും നമുക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളും അഷ്ടമിയിലന്നാണ് സാധാരണ പൂജയ്ക്ക് വയ്ക്കുന്നത്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വൈകുന്നേരം 6:02 മുതലാണ് നവമി ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെപ്റ്റംബർ മാസം രാത്രിയുള്ള പൂജകൾ രാത്രി സെപ്റ്റംബർ 30-ന് വൈകുന്നേരം ഈ നവമി ആരംഭിക്കുന്നു എങ്കിലും വെളുപ്പാങ്കാലത്തൊക്കെയാണ് ആയുധ പൂജകളൊക്കെ വയ്ക്കുന്നതിന് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒക്ടോബർ മാസം 1-ാം തീയതി കന്നിമാസം 15-ാം തീയതി രാവിലെ ആയുധ പൂജകളൊക്കെ നമുക്ക് നടത്താം. എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, നമുക്ക് പേന ഉണ്ടെങ്കിൽ പേന ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ വിദ്യാരംഭത്തിന് വയ്ച്ചവർക്ക് അത് ചെയ്യാം. പക്ഷെ ചില ആൾക്കാർ എഴുത്തും വരപ്പൊക്കെ കൊണ്ട് അവർ ആയുധം അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ആയുധ പൂജ നമുക്ക് നടത്തുന്നത് ഒക്ടോബർ മാസം 1-ാം തീയതി കന്നി മാസം 15-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:56 വരെ ഉണ്ട് നവമി. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ആയുധ പൂജ നടത്താം. ഈ ഒക്ടോബർ മാസം 1-ാം തീയതി വൈകുന്നേരം 6:56 മുതലാണ് നമ്മുടെ വിജയദശമി ആരംഭിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒക്ടോബർ മാസം 2-ാം തീയതി കന്നിമാസം 16-ാം തീയതി വ്യാഴാഴ്ച ഉത്രവും അത്തവും നക്ഷത്രമുള്ള സമയമാണ് നമ്മുടെ വിജയദശമി. അന്ന് ഉത്ര നക്ഷത്രം രാവിലെ 9:15 വരെയും ശേഷം അത്തം നക്ഷത്രമാണ്. അപ്പോൾ 9:19 വിദ്യാരംഭത്തിന് നല്ലത്. എന്നാലും നമുക്ക് ഇത്രയും ധാരാളം ജനത്തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ അന്ന് വൈകുന്നേരം 7:06 വരെ ഉണ്ടു ഈ വിജയദശമി. നമുക്ക് അതിനകത്ത് ചെയ്യാം. ഇത് ഇന്ത്യ സമയമാണ്. വെള്ളിരാജ്യത്തൊക്കെ വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ആ രാജ്യത്തിൻ്റെ സമയ മേഖല കണക്കാക്കിക്കൊണ്ട് സമയങ്ങൾ നിശ്ചയിച്ചു കൊള്ളണം. ഇത് ഭാരതത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകം മൊത്തം ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന ആഘോഷങ്ങളും അരങ്ങേറ്റങ്ങളും അവസരങ്ങളും കണ്ടെത്തലുകളും
നമ്മുടെ കഴിവുകൾ ദേവന്മാരെ കാഴ്ചവയ്ക്കുന്ന തരത്തിലുള്ള അരങ്ങേറ്റങ്ങളൊക്കെ ഇതിൽ പെടും. ഇങ്ങനെ ധാരാളം കലാകാരിമാര്, ശാസ്ത്രജ്ഞന്മാര്, ബുദ്ധിശാലികൾ, എല്ലാ തരത്തിലും ഏത് മേഖലയും നമുക്ക് മികവുറ്റതാണ്. ഒരു മേഖലയും മോശമല്ല. അങ്ങനെ എല്ലാ തരത്തിലുള്ള കഴിവുകളും കൊണ്ട് വിജയിച്ച് നേടാൻ പറ്റുന്ന ഒരു പുണ്യ ദിവസമാണ് ഈ വിജയദശമി. നമുക്ക് ഒരുപാട് കലാകാരന്മാർ ഉണ്ട്. പഴമ നിറഞ്ഞിട്ടുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഗുരുക്കന്മാർ ഒക്കെ ധാരാളം ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ ജീവിച്ചിരുന്നവരുണ്ട്. അപ്പോൾ ഈ പരമ്പരയെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ കലകളും കാര്യങ്ങളും നമ്മൾ പഠിക്കാനും അറിയാനും എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾ ഡോക്ടർമാരായിരുന്നാലും എഞ്ചിനീയർമാരായിരുന്നാലും വക്കീലന്മാരായിരുന്നാലും എന്ത് ജോലിക്ക് പോയാലും നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും നമുക്കൊരിക്കലും മറ്റൊരു ഭാഗത്തു നിന്ന് കിട്ടില്ല, പരമ്പരയായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ജ്യോതിഷം തന്നെ പരമ്പരയായിട്ടുള്ളതാണ്. നമ്മുടെ പാരമ്പര്യക്കാർ തന്നെ ചെയ്യണമെന്നില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഗുരുഭക്തിയോടുകൂടി നമ്മൾ കാര്യങ്ങൾ പഠിച്ച ആ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ള വലിയ ഭാഗ്യമുള്ള ആളുകളായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ വിദ്യ തന്നെ സർവ്വധനാൽ പ്രധാനം. നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ സർവ്വ നേട്ടങ്ങളും അഭിവൃദ്ധികളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലും വിദ്യാരംഭം മുതലായ കാര്യങ്ങൾ ഉണ്ട്. അവിടെയും വിദ്യാരംഭത്തിന് താല്പര്യമുള്ള ഭക്തജനങ്ങൾ നേരത്തെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ഈ 10 ദിവസവും നിങ്ങൾ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ പറ്റുമെങ്കിൽ, ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും പുണ്യമാണ്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും നവരാത്രി ഉത്സവത്തിൽ മഹാലക്ഷ്മി, ധനലക്ഷ്മി, വിദ്യാലക്ഷ്മി, സന്താനലക്ഷ്മി, ഗജലക്ഷ്മി, വീരലക്ഷ്മി, ദാനലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, സൗഭാഗ്യലക്ഷ്മി, ഇങ്ങനെയുള്ള ലക്ഷ്മിമാരുടെയൊക്കെ പൂജകളുണ്ട്. കാളി പൂജകളുണ്ട്. അതേപോലെ ലക്ഷ്മി പൂജകളും നവരാത്രി ഉത്സവങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രധ്വനികളെ കൊണ്ട്, ജപതപങ്ങളെ കൊണ്ട് ദേവീ ചൈതന്യം വളരെയധികം ശക്തി ആർജിച്ച് നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ കന്നിമാസം. കന്നിമാസം ഒന്നിനും അയ്യോ എന്ന് പറയണമെങ്കിലും സർവ്വവിദ്യകൾക്കും പ്രധാനമുള്ള വിദ്യാ ആരംഭം തന്നെ കന്നിമാസത്തിലുള്ളതാണ്. ഈ അഷ്ടലക്ഷ്മിമാരുടെ പൂജകൾ നടത്തുന്നത് കന്നിമാസത്തിലാണ്. അങ്ങനെ മൂകാംബികയുടെയും സരസ്വതിയുടെയും അജ്വാലമ്മച്ചിയുടെയും ഗായത്രി ദേവിയുടെയും സമസ്ത ദേവീ ദേവന്മാരെയും ഭജിക്കുന്ന ഋഷീശ്വരന്മാരും തന്ത്രിമാരും പൂജാരിമാരും ഒക്കെ ജപവും തപങ്ങളൊക്കെ കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ കലകൾക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന തരത്തിൽ, എല്ലാവർക്കും ബുദ്ധിയും ശക്തിയും അറിവും കഴിവും തരുന്ന തരത്തിൽ വലിയ വലിയ പൂജകളും നവരാത്രി പൂജകളും ഉത്സവങ്ങളും നടത്തുമ്പോൾ അതിൽ നമ്മൾ പങ്കാളികളാകുകയും നമുക്ക് കിട്ടാതെ പോയ കഴിവുകൾ കിട്ടൂല എന്ന് വിചാരിക്കാതെ പഠിക്കാൻ ശ്രമിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളും വലിയൊരു ഗുരുവായിട്ട് മാറും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നല്ലതും വരട്ടെ എന്ന് എല്ലാ ദേവീ ദേവന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.